നമസ്കാരം. നാരായണ ഗുരുവിൻ്റെ ആത്മോപദേശ ശതകം 100 ധ്യാനങ്ങൾ. ധ്യാതാവ് ഗുരു നിത്യചൈതന്യയതി. ധ്യാനം 12. തൊലിയുമെലുമ്പുമലം ദുരന്തമന്ദ കലകളുമേന്തുമഹന്ത ഒന്നു കാൺക. പൊലിയുമിതന്യ പൊലിഞ്ഞു പൂർണ്ണമാകും വലിയൊരഹന്ത വരാവരം തരേണം. അധികം പേരും അവരവരെപ്പറ്റി വിചാരിക്കുമ്പോൾ മനസ്സിൽ വരുന്നത് ഈ ശരീരവും അതിൽ നടക്കുന്നതായ ഒട്ടേറെ വ്യാപാരങ്ങളുമാണ്. എപ്പോഴോ ഒരിക്കൽ ആഴത്തിലേക്ക് മനനം ചെയ്ത് ചെല്ലുമ്പോൾ മാത്രം ആത്മബോധം ഉണ്ടാകുന്നു. ഇതിൽ ആദ്യം പറഞ്ഞതിനെ ദേഹോഹം ബുദ്ധി എന്നു പറയുന്നു. ഈ ശരീരമാണ് ഞാൻ എന്നുള്ള അഹന്ത. രണ്ടാമത് പറഞ്ഞത് അയമാത്മാ ബ്രഹ്മ എന്ന മഹാവാക്യത്തിൻ്റെ പൊരുൾ. അത് ഈ ആത്മാവ് ബ്രഹ്മമാകുന്നു എന്നുള്ള സ്വരൂപബോധമാണ്. ദേഹബുദ്ധിയോട് കൂടിയിരിക്കുന്ന അഹന്തയുടെ സ്ഥിതി ഒന്ന് ആലോചിച്ചു നോക്കുക. ശരീരം തോലുകൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു. നിസ്സാരമായ കാരണം കൊണ്ട് മുറിഞ്ഞു പോകുന്നതോ കരിഞ്ഞു പോകുന്നതോ ആണ് ഈ തോല്. അസ്ഥികൾ അന്യോന്യം തിരുകി ചേർത്ത് ഉണ്ടാക്കിയിരിക്കുന്ന ഈ കങ്കാളം പ്രത്യക്ഷത്തിൽ വളരെ ബലമുള്ളതായും ഭംഗിയായി ഘടിപ്പിച്ചിരിക്കുന്നതായും തോന്നുന്നു. എന്നാൽ പ്രാണൻ വിട്ടുപോയാൽ അത് 100 കഷണങ്ങളായി പൊഴിഞ്ഞു വീഴും. എത്ര തരത്തിലുള്ള മലിന പദാർത്ഥങ്ങളാണ് ഈ ശരീരത്തിൽ കെട്ടി നിൽക്കുകയും ഒഴുകി നടക്കുകയും ചെയ്യുന്നത്. ഇനിയും അന്ധകരണമെടുത്തു നോക്കിയാലോ, നൈമിഷികമായ സുഖം തേടുന്ന പ്രേരണകൾ വാസനാരൂപത്തിൽ ഉള്ളിൽ അടിഞ്ഞുകൂടിക്കിടക്കുന്നു. ഓരോ നിമിഷത്തിലും ഏതെങ്കിലും ഒരു വാസന ഉണർന്ന് അന്ധകരണത്തെ അസ്വസ്ഥമാക്കി ഇന്ദ്രിയങ്ങളെ സ്വാധീനം ചെയ്ത് വിഷയപ്രാപ്തിക്കായി വെമ്പൽ കൊള്ളുന്നു. എന്തെല്ലാം ദുരിതങ്ങളാണ് ഈ മനസ്സ് വരുത്തിക്കൂട്ടുന്നത്. ശരീരം സ്വയമേ നാശമുള്ളതാണ്. മനസ്സ് ഇല്ലാത്ത ദുരന്തങ്ങൾ വിളിച്ചു വരുത്തുകയും ചെയ്യുന്നു. അതിനെയെല്ലാം ചേർത്ത് ഞാൻ എന്ന് അഭിമാനിക്കുന്നത് കഷ്ടം തന്നെ. ആ അഹന്തയ്ക്ക് നിലനിൽപ്പില്ല. ഈ ദേഹാഭിമാനമൊഴിച്ചാൽ പിന്നെ നമ്മിൽ എന്താണുള്ളത്? ഈ ശരീരത്തിന് ചേതന നൽകുന്നതും മനസ്സിനെ പ്രകാശിപ്പിക്കുന്നതുമായ ശുദ്ധ ചൈതന്യം ബാക്കി നിൽക്കുന്നു. അതുതന്നെയാണ് നമ്മുടെ യഥാർത്ഥ സ്വരൂപം. നാം പരമമായ സത്യവും ജ്ഞാനവും ആനന്ദവും ആണെന്നുള്ള ബുദ്ധിയിൽ എപ്പോഴും മുഴുകി ജീവിക്കാൻ ഇടവരണം. ഉത്കൃഷ്ടമായ ആത്മഭാവം തേടുമ്പോൾ അഹങ്കാരം വിട്ടുപോകുന്നില്ലെങ്കിൽ അത് വലിയ ആപത്തായിത്തീരും. ശരീരാഭിമാനിയായിരിക്കവേ തന്നെ അഹന്തയെ ആത്മാവെന്ന് തെറ്റിദ്ധരിക്കുകയും ആ അഹന്ത ഭഗവാനാണ്, അവതാരമാണ്, ഈശ്വരനാണ്, ബ്രഹ്മമാണ് എന്നെല്ലാം മിഥ്യയായി അഭിമാനിക്കുകയും ചെയ്യുന്നവർ രാവണന്മാരോ ഹിരണ്യകശിപുമാരോ ഹിരണ്യാക്ഷന്മാരോ ഒക്കെ ആകും എന്നുള്ളതിന് സംശയമില്ല. അത് അവർക്കും ലോകത്തിനും
ഒരുപോലെ വിനയായിത്തീരും. ജീവബ്രഹ്മൈക്യം സാക്ഷാത്കരിക്കണമെങ്കിൽ അതിനു മുൻപായി ദേഹാഭിമാനവും ലോകാഭിമാനവും ശാസ്ത്രാഭിമാനവും എല്ലാം നിശേഷം ഇല്ലാതാകണം. ആ നില വരുന്നതുവരെ സർവേശ്വരന് എല്ലാം അടിയറ വെച്ച് ഭഗവത് കാരുണ്യത്തിനു വേണ്ടി ഹൃദയം ദാഹിച്ചു ജീവിക്കുന്നത് തന്നെയാണ് ഉത്തമം.